പവൻ ഗോൾഡ് തിരൂർ. പൊന്നാനിയിൽ ഏറെ സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക രംഗത്ത് വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട കാസിം കോയ ഉസ്താദ്. അൽഹംദുലില്ലാ, എല്ലാ വർഷവും അംബിയ മുർസലീങ്ങളുടെ പേരിൽ നടത്തുന്ന വലിയ നേർച്ചയും അവരുടെ പേരിൽ ധാരാളം പാവപ്പെട്ട ആളുകൾക്ക്, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവും കിറ്റുമൊക്കെ നൽകി സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയാണ്. കേരളത്തിൽ മറ്റെവിടെയും ഇതുപോലെയുള്ളൊരു പരിപാടി നമുക്ക് കാണാൻ സാധ്യമല്ല. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും തക്കതായ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. സഹോദരന്മാരെ, നമ്മുടെ ഈ അംബിയ മുർസലീങ്ങൾ നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ മാതൃക കാണിച്ച ഒരു വിഷയമാണ്. പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ അംബിയ മുർസലീങ്ങളുടെ പരീക്ഷണഘട്ടം എന്ന് പറയുന്നത് മുഹറത്തിൽ പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പരീക്ഷകൾ വിജയിച്ച ഒരു സർഫറ്റ് മാസമാണ്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ തൗബ സ്വീകരിക്കപ്പെട്ടതും ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീക്കുണ്ടാരത്തിൽ നിന്ന് നമ്രൂദിനെ തീക്കുണ്ടാരത്തിൽ രക്ഷപ്പെട്ടതും ഫിറഔൻ എല്ലാം കൂടി മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടതും നൈൽ നദിയിൽ ഫിറഔൻ്റെ പ്രജകളെയും കൊന്നു നശിപ്പിച്ചതും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും എന്തിനേറെ പറയുന്നു, ബഹുമാനപ്പെട്ട യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയെ കിണത്തിൽ ഇട്ടതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം രാജാവായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വാഴുന്ന സമയത്ത് ഉപ്പയും മകൻ കണ്ടുമുട്ടിയ ദിവസവും അതോടൊപ്പം തന്നെ നമ്മുടെ റഹ്മത്തുൽ ആലമീൻ അസ്റഫുൽ ഖൽഖ് സഫീഉൽ വറ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടതും മുഖറബികൾ 4 മലക്കുകൾ മാലാകന്മാരെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അസ്റാ അലൈഹി വസ്സലാം സൃഷ്ടിക്കപ്പെട്ടതും അതുപോലെ തന്നെ ഖാലിഖുൽ അർശി വൽ കുർസി വൽ ലൗഹി വൽ ഖലം വസ്സമാവാതി വൽ അർളി യൗമുൽ ആശറ. ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടൊക്കെ മുഹറത്തിലാണ്. ആ മുഹറത്തിൽ ആ പാരമ്പര്യം അംബിയ മുർസലീങ്ങളെ ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അസുഖത്തിന് ഷിഫയാക്കിയത്, ഇതൊക്കെ നമ്മൾ മാതാപിതാക്കളും മുൻഗാമികളൊക്കെ അതൊക്കെ അത് ആ മാസം അംബിയ മുർസലീങ്ങളുടെ പേരിൽ അവർ നടത്തി വന്നിരുന്ന ഒരു വിഷയമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത സംഭവമാണ്. അത് മാതാപിതാക്കൾ കാണിച്ചു തന്നു, അവിടെ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്തു. ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് പരമ്പരാഗതമായി നടത്തുന്ന ഒരു അംബിയ മുർസൽ നേർച്ച. ഇപ്പോൾ ശരിക്കും പറയാൻ ഒരു 150 ക്വിൻ്റൽ അരിയാണ് നമ്മൾ കൊടുക്കുന്നത്. 150 ക്വിൻ്റൽ അരി 5 കിലോ വെച്ച് കുടുംബങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടാനുസരണം ഭക്ഷണം അത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന മുഹിബികളും വിരലെണ്ണാവുന്ന കുറച്ച് പേരാണ് നമ്മൾ കൂടെ നിന്നുകൊണ്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ പ്രത്യേകമായിട്ടൊരു ഭണ്ഡാരോ പെട്ടിയോ ഒന്നുമില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പരിപാടി. അത് അങ്ങനെയാണ് അവസാനം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തോന്നും കൂടുതൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യും. കാരണം വിഷയത്തിലേക്ക് ഏകദേശം ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നമ്മൾ നോക്കാമെന്ന് പറയും. അങ്ങനെ ഒരു സ്വഭാവം കൊണ്ടും ഈ നേർച്ചയ്ക്കുണ്ട്. നേർച്ചയാണ്. സർവാധിപൻ അള്ളാഹ് ഇതൊക്കെ കാണുന്ന റബ്ബാണ്. ആ സർവാധിപൻ അള്ളാഹു തആല കാണുന്ന റബ്ബാണ്. നേർച്ചയുടെ പേര് അതങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പേര് അത് സംശുദ്ധമായി ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഹാനികരമാണ്, വലിയ നാശത്തിൻ്റെ വിത്ത് വിതക്കും. ഇതോടൊപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നാളെ 8 മണിക്കാണ് നമ്മുടെ കിറ്റ് വിതരണം നടത്തുന്നത്.
പ്രഗത്ഭര രാഷ്ട്രീയ നേതാക്കളും മതപണ്ഡിതന്മാരും സാധാത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ആരാണ് കൊടുക്കുന്നതെന്ന്, അപ്പോൾ ആ സമയം നേരത്തെ എത്തി അവരെ കൊണ്ട് പോയി കൊടുക്കാമെന്നുള്ള ഒരു നിലപാടാണ്. എന്നാണ് നമ്മൾ അത് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത്. കുറേ ആൾക്ക് അന്ന് കാത്തിരിക്കും, നേതാവ് എത്തിയില്ല, അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സമയത്ത് ആരാ ഉള്ളത്, അവർക്കൊണ്ട് ആ കർമ്മം നിർവഹിക്കാമെന്നുള്ള ഒരു നിലപാടാണ്. രണ്ടാമതായിട്ട് നമ്മുടെ പരിപാടി സുബഹിസ്കാരം തുടങ്ങും. മങ്കൂസ് മൗലിദ് പാരായണം, ഖത്തമുൽ ഖുർആൻ, അത് കഴിഞ്ഞ് നമ്മുടെ കിറ്റ് വിതരണം കറക്റ്റ് 8:45 8:50 തുടങ്ങും. അതോടൊപ്പം തന്നെ 11 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന കൊണ്ടുപോകാം, അതും ഉണ്ട്. അതിനുണ്ട് അതിന് ദുആ മജ്‌ലിസ് ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ദുആ മജ്‌ലിസ് നടക്കുന്നുണ്ട്. ദുആ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലോക സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കിരാതമായ വളരെ പൈശാചികമായ കഠോരമായ കുഞ്ഞു മക്കളെയും സ്ത്രീകളെയും അപാലവൃതമാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, ഭക്ഷണത്തിൽ കൈകാട്ടി യാചിക്കുന്ന കുഞ്ഞുമക്കളെ വെടിവെച്ച് ബോംബെറിഞ്ഞ് കൊല്ലുന്നൊരവസ്ഥയിലേക്ക് വരുന്ന ഇസ്രായേൽ ജൂതന്മാരെ. ഒരു പ്രത്യേക പ്രാർത്ഥന നടത്താനുള്ള പരിപാടി നാളെ നടക്കുന്നുണ്ട്. ലോക സമാധാനത്തിന് വേണ്ടിയോടുകൂടി ലോകസമാധാനം ഇതോടുകൂടി ബന്ധപ്പെട്ട പൊന്നാനി വലിയ ജുമായത്ത് പള്ളി മുദരിസ് തങ്ങൾ ഉസ്താദ്, കാസിംകോയ ഉസ്താദ്, മറ്റുള്ളവർ പൊന്നാനിയിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു മഹത്തായ പരിപാടിയാണ് അംബിയാ മുർസൽ നേർച്ച. മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാം മുതൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ പ്രബോധനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രധാനമായും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മാനുഷിക മൂല്യങ്ങളാണ്. ആ മാനുഷിക മൂല്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ ഈ അംബിയാ മുർസലുകളുടെ നേർച്ചയുടെ ഭാഗമായി ഇവിടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉസ്താദിൻ്റെ എന്നോട് അങ്ങേയറ്റം സ്നേഹമുള്ള ആളുകൾ നൽകുന്ന അരിയും അതുപോലെയുള്ള സംഭാവനകളുമാണ്. ഇതിന് മറ്റൊന്നുമില്ല. ഇത് വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.